മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 27-ാം സങ്കീർത്തനം 14-ാം തിരുവചനം. കർത്താവിൽ പ്രത്യാശയർപ്പിക്കും. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിലും താൻ അനുഭവിച്ച ഒരുപാട് സങ്കടങ്ങളിലും കർത്താവിൽ പ്രത്യാശ വെച്ചപ്പോൾ തനിക്ക് ലഭിച്ച ആത്മശക്തി നമ്മോട് തുറന്ന് പങ്കുവെക്കുകയാണ്. ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ ഈ ലോകത്തിലെ ലോക വസ്തുക്കളിലല്ല, ദൈവമായ കർത്താവിലാണ്. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. ആരെല്ലാം കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുന്നുവോ അവർ ലജ്ജിതരായി പോകാൻ ഒരിക്കലും കർത്താവ് സമ്മതിക്കുകയില്ല. ഈ വചനം നമുക്ക് തരുന്ന ആലോചനയിൽ പൂർണ്ണമായും ഹൃദയമുറപ്പിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പങ്കുവെക്കട്ടെ. നമ്മൾ കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചാൽ നമ്മൾ നിരാശിതരാകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കില്ല. നമുക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല. പ്രത്യാശ കർത്താവിലാകണം. അതാണ് ഇതിന്റെ വ്യവസ്ഥ. ഈ വചന ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മളങ്ങ് പ്രവേശിക്കുകയാണ്. മനസ്സിൻ്റെ ഭാരങ്ങൾ, നമ്മൾ ഒരുപാട് അസ്വസ്ഥപ്പെടുത്തുന്ന വിവിധങ്ങളായ തകർച്ചകൾ, നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന ദുരിതങ്ങൾ, സാമ്പത്തികമായ പരാധീനതകൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, അടിക്കടിക്കുണ്ടാകുന്ന പരാജയങ്ങൾ, ബിസിനസ്സിൽ പരാജയം, ജോലിയിൽ പരാജയം, കുടുംബജീവിതത്തിൽ പരാജയം, പഠനമേഖലയിൽ പരാജയം, ശുശ്രൂഷ മണ്ഡലത്തിലും പരാജയം, ജീവിതം ഒരു പരാജയമായി മാറിയ ആയിരങ്ങൾ നമ്മുടെ മധ്യയുണ്ട്. നമ്മുടെ എല്ലാ പരാജയങ്ങളെയും കർത്താവിന് അങ്ങ് ഏൽപ്പിച്ചു. നമ്മുടെ ജീവിതത്തിന്റെ നിരവധിയായ പ്രതികൂലങ്ങളെ എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. അത്ഭുതങ്ങൾ വെളിപ്പെടുന്ന സമയം, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ തീയായി 10,000-ങ്ങളിൽ കത്തിപ്പടരുന്ന സമയം, ദൈവത്തിന്റെ കാറ്റായി നമ്മുടെ കുടുംബങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ആഞ്ഞടിക്കുന്ന മണിക്കൂറുകളാണ്. എല്ലാം മറന്ന് വിശ്വാസത്തോടെ ഹൃദയം തുറന്ന് ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. കർത്താവേ, കർത്താവേ, ഞങ്ങളെ ഹൃദയങ്ങളെ തുറക്കണമേ, ഞങ്ങളെ ഹൃദയങ്ങളെ തുറക്കണമേ. ആഴമേറിയ മാനസാന്തരങ്ങൾ നൽകണമേ, ആഴമേറിയ മാനസാന്തരങ്ങൾ നൽകണമേ. ദൈവവചനത്തിൽ പ്രത്യാശ നൽകണമേ, പ്രത്യാശ നൽകണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, 10,000-ങ്ങളിൽ നിറയണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത്
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളുടെ മേൽ ശക്തിയോടെ വരണമേ, ശക്തിയോടെ വരണമേ. അത്ഭുത ഡെലിവറൻസുകൾ ഉണ്ടാകട്ടെ, അത്ഭുത ഡെലിവറൻസുകൾ ഉണ്ടാകട്ടെ, അത്ഭുത രോഗശാന്തികൾ ഉണ്ടാകട്ടെ, അത്ഭുത രോഗശാന്തികൾ ഉണ്ടാകട്ടെ, അത്ഭുത മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുത മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ, കുടുംബങ്ങൾ കൂട്ടായ്മകൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, കുടുംബങ്ങൾ കൂട്ടായ്മകൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എല്ലാം മറന്ന് പാടി 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 അങ്ങ് പ്രാർത്ഥിക്കുക. യേശു നാമം വിളിച്ച് വിളിച്ച് അങ്ങ് പ്രാർത്ഥിക്കുക. ദൈവകൃപ നിറഞ്ഞൊഴുകുന്ന സമയം. നമ്മുടെ കുടുംബങ്ങള് ദൈവശക്തിയാൽ പുതുക്കപ്പെടുകയാണ്. നമ്മുടെ ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ അഭിഷേകം പകരപ്പെടുകയാണ്. സ്വർഗം നൽകുന്ന ഈ നന്മകൾ സ്വന്തമാക്കിക്കൊണ്ട് എല്ലാം മറന്ന് ഹൃദയം തുറന്ന് വലിയ സ്വരത്തിൽ പാടി പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, അത്ഭുതങ്ങൾ നൽകണമേ, രോഗശാന്തികൾ വർഷിക്കണമേ, മാനസാന്തരങ്ങൾ പകരണമേ. റിലീസ്, റിലീസ് യുവർ പവർ. കരമടിച്ചു പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ, ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ, ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. യേശു മതി, അസ്നേഹമതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, അസ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, അസ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. കർത്താവേ, യേശു മതി, അസ്നേഹം മതി, പതിനായിരങ്ങളുടെ തൻ ക്രൂശു മതി ശക്തിയുടെ ആത്മാവിനെ വർഷിക്കണമേ. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. നിത്യജീവൻ മതി എനിക്ക്. എത്ര പേര് ഇത് ആഗ്രഹിക്കുന്നു? ജീവൻ മതി, യേശു നൽകുന്ന നിത്യജീവന് വേണ്ടി ആഗ്രഹിച്ചത് നിത്യജീവൻ മതി എനിക്ക്. നിത്യജീവൻ മതി എനിക്ക്. യേശുവേ, ഞങ്ങളുടെ നിത്യജീവനായ യേശുവേ, ജീവൻ മതി എനിക്ക്. കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ മധ്യയുള്ള കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഇടിമുഴക ശക്തിയോടെ പെരുവെള്ളത്തിന് ഇരുമ്പലോടെ ഹൃദയം ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, കൃപയുടെ കരങ്ങൾ നീട്ടണമേ, മഹത്വത്തിന്റെ കരങ്ങൾ നീട്ടണമേ. കർത്താവേ, വചനത്തിന്റെ കരങ്ങൾ നീട്ടിത്തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യജീവന്റെ സമൃദ്ധിയാലെ ഈ തലമുറയെ അഭിഷേകം ചെയ്യണമേ. പാപക്കെട്ടുകൾ അഴിയട്ടെ, ശാപ കുരുക്കുകൾ മുറിഞ്ഞു മാറട്ടെ, രോഗദുഃഖങ്ങൾ ഒടിഞ്ഞു പോകട്ടെ. കർത്താവേ, ആയിരങ്ങളുടെ മേൽ, പതിനായിരങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരണമേ. ദൈവവചനം അയച്ച് അനേകം രോഗികളെ സുഖപ്പെടുത്തണമേ. തകർന്നിരിക്കുന്ന, നിരാശയിൽ കഴിയുന്ന ആയിരങ്ങളെ വചനശക്തിയാൽ വിടുവിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ, അടയാളങ്ങൾ നൽകണമേ, ഡെലിവറൻസുകൾ നൽകണമേ, മാനസാന്തരങ്ങൾ നൽകണമേ, പ്രാർത്ഥന തീഷ്ണത നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. കർത്താവായ യേശുവിന്റെ കൃപയിൽ വളരുവാൻ, അവന്റെ സാന്നിധ്യത്തിൽ നിറയപ്പെടുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഹൃദയം തുറന്ന് വലിയ ആഗ്രഹത്തോടെ കർത്താവിൻ്റെ ശബ്ദം നമ്മുടെ ജീവിതങ്ങളിൽ മുഴങ്ങുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു.
കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ. സ്വരമുയർത്തി സ്നേഹത്തോടെ പറഞ്ഞേ, കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ. ആവശ്യമായ വചനങ്ങൾ നൽകണമേ. ആവശ്യമായ വചനങ്ങൾ നൽകണമേ. യേശുവേ നന്ദി. യേശുവേ നന്ദി. പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ അമ്മേ, ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അഭിഷേകം ചെയ്യുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവഹിതം തിരിച്ചറിയാനുള്ള വഴി. ദൈവഹിതം തിരിച്ചറിയാനുള്ള വഴിയെക്കുറിച്ചാണ്. ഇന്ന് അനേകരെ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. നമ്മളെല്ലാവരും തന്നെ എന്നെക്കുറിച്ചുള്ള, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണ്? പലപ്പോഴും പല ദേശങ്ങളിലേക്ക് കർത്താവിൻ്റെ വചനവുമായി കടന്നു ചെല്ലുമ്പോൾ പലരും വന്ന് ഒത്തിരി സ്നേഹത്തോടെ ചോദിക്കാറുണ്ട്, സഹോദര, ഞങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം പ്രാർത്ഥിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് എന്താണ് കർത്താവ് സംസാരിക്കുന്നത്? ഞങ്ങളുടെ ബിസിനസ്സിനെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ തകർച്ചകളെക്കുറിച്ച് ദൈവത്തിന് എന്താണ് ഞങ്ങളോട് സംസാരിക്കാനുള്ളത്? ദൈവഹിതം എന്താണ്? നമ്മൾ ചിന്തിക്കുന്ന ഈ ഒരു ചിന്തയിലേക്ക് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് വെളിച്ചം വീശുകയാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം തിരുവചനം, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഈ തിരുവചനത്തിലൂടെ വ്യക്തമായി കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ഒരു വിശ്വാസിക്ക് എപ്രകാരം ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ പറ്റും? 1-2 കാര്യങ്ങൾ പ്രത്യേകമായി ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. ഒന്ന്, ദൈവമക്കൾ ഈ ലോകത്തോട് അനുരൂപരാകരുത്. ഈ ലോകത്തോട് അനുരൂപരായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല കർത്താവിൻ്റെ ജനം. നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വില എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കറയില്ലാത്ത രക്തത്തിൻ്റെ വിലയാണ്. ഈ ലോകത്തോട് നിങ്ങൾ അനുരൂപരാകരുത്. ആരെല്ലാം ലോകത്തോട് അനുരൂപരായി ജീവിക്കുന്നുവോ അവർക്ക് ദൈവഹിതം തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അപ്രകാരമുള്ളൊരാത്മാവിലേക്ക് കർത്താവിൻ്റെ ആലോചന കടന്നു വരികയില്ല. രണ്ടാമത് വിശുദ്ധ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്, മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർത്താവിൻ്റെ മനസ്സ് നമുക്കറിയാൻ കഴിയണമെങ്കിൽ, കർത്താവിൻ്റെ ഇഷ്ടങ്ങൾ, കർത്താവിൻ്റെ താല്പര്യങ്ങൾ, നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ തിരുഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെട്ടേ പറ്റൂ. മനസ്സ് നവീകരിക്കപ്പെടുന്ന ജീവിതങ്ങളിലേക്കാണ് കർത്താവിൻ്റെ വിസ്ഡം ഒഴുകപ്പെടുന്നത്. നിങ്ങൾ രൂപാന്തരപ്പെടണം. നവീകരിക്കപ്പെട്ട മനസ്സോടുകൂടി നിങ്ങൾ ക്രിസ്തുവിൽ രൂപാന്തരപ്പെടണം. ഇങ്ങനെ രൂപാന്തരപ്പെട്ട ജീവിതങ്ങൾക്ക്, ഇപ്രകാരം മനസ്സ് നവീകരിക്കപ്പെട്ട വ്യക്തികൾക്ക് എന്ത് സംഭവിക്കും? അവർക്ക് നല്ലതും പ്രീതിജനകവും ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നും വിവേചിച്ചറിയുവാൻ കഴിയും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് സമയം കളയേണ്ട ആവശ്യമില്ല. ഇന്നെന്തുമാത്രം ദൈവമക്കളാണ് ദൈവഹിതം അറിയാൻ വേണ്ടി അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. അത് പുണ്യസ്ഥലങ്ങളിലേക്ക്, തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക്, ഇതെല്ലാം നല്ലതാണ്. എന്നാൽ ദൈവത്തിന് തിരുവെഴുത്ത് വ്യക്തമായി പറയുകയാണ്,
നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരുഹിതം നമുക്ക് തിരിച്ചറിയാൻ പറ്റും എപ്പോൾ നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെട്ട മനസ്സായി മാറുമ്പോൾ. നമ്മുടെ മനസ്സിനെ നവീകരിക്കുവാൻ നാം പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം. കർത്താവിന് ഇഷ്ടമില്ലാത്ത, കർത്താവിനെ സങ്കടപ്പെടുത്തുന്ന, കർത്താവിനെ വേദനിപ്പിക്കുന്ന വികാര വിചാരങ്ങളാൽ നമ്മുടെ മനസ്സ് മൂടപ്പെടുവാൻ നാം ഒന്നിനെയും അനുവദിക്കരുത്. നമ്മുടെ മനസ്സിനെ കഴുകുവാൻ, നമ്മുടെ മനസ്സിനെ വെണ്മയുള്ളതാക്കുവാൻ നാം കർത്താവിനെ അനുവദിക്കുമ്പോൾ ദൈവഹിതം തിരിച്ചറിയാനുള്ള കൃപ തന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 7-ാം വചനത്തിൽ ഒരു വലിയ മർമ്മം ദൈവജനത്തെ പഠിപ്പിക്കുന്നുണ്ട്. ജഡീക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. എത്ര ഷാർപ്പാണ് ഈ വചനം! നമുക്ക് എത്ര പേർക്ക് ഈ വചനം മനസ്സിലാകുന്നുണ്ട്? ജഡീകമായ കാര്യങ്ങളിൽ മനസ്സ് വെച്ചിരിക്കുന്ന ഒരു ആത്മാവ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ഇത്തരത്തിലുള്ളൊരു വ്യക്തിക്ക് കർത്താവിൽ നിന്ന് ആലോചന സ്വീകരിക്കാൻ പറ്റൂ? കർത്താവിൻ്റെ തിരുഹിതം മനസ്സിലാക്കാൻ പറ്റൂ? ആ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ മനസ്സ് കാണുവാൻ ഇപ്രകാരമുള്ള ആർക്കും സാധ്യമല്ല. ഇന്ന് അനേകർ വന്ന് പറയുന്നൊരു വലിയ പ്രശ്നം ഇതാണ്: ഞങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പല വിചാരങ്ങൾ വരുന്നു, അശുദ്ധമായ വിചാരങ്ങൾ, എപ്പോഴും ഇങ്ങനെ അശുദ്ധമായ ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കീറി കീറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം നിലവിളിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ മധ്യയുണ്ട്. ഈ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, കർത്താവുമായിട്ടുള്ള ഫെലോഷിപ്പിൽ നമുക്കായിരിക്കാൻ പറ്റണമെങ്കിൽ, കർത്താവിൻ്റെ കൃപകളെ സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ, കർത്താവിൻ്റെ തിരുഹിതം തിരിച്ചറിഞ്ഞ് നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെട്ട മനസ്സാകണം. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യമുള്ള രൂപാന്തരപ്പെട്ട മനസ്സാകണം. വീണ്ടും വിശുദ്ധ പൗലോസ് സഭാമക്കളെ ഉദ്ബോധിപ്പിക്കുകയാണ്. റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം 5-ാമത്തെ വചനമാണ്. ജഡീകമായി ജീവിക്കുന്നവർ ജഡീക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ഇന്ന് അനേകരുടെ മനസ്സ്, ഈ വചനം നിങ്ങളോട് പങ്കുവയ്ക്കുന്ന ഈ പറയുന്ന ഞാനും, നമ്മുടെ മനസ്സിന്ന് മറ്റു പല കാര്യങ്ങളിലാണ്. കർത്താവിലും കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിലാണോ നമ്മുടെ മനസ്സ്? പലരുടെ മനസ്സ് സെക്സിലാണ്. സെക്സ്പരമായ ചിന്തകൾ, ലൈംഗികപരമായ ചിന്തകൾ, ഈ ബ്ലൂ ഫിലിമും അശുദ്ധമായ ചിത്രീകരണങ്ങളും അതുപോലെ അത്തരത്തിലുള്ള ലേഖനങ്ങളും ഇതൊക്കെ വായിച്ച് 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 ആ വ്യക്തിയുടെ മനസ്സിങ്ങനെ അശുദ്ധമായി ദുഷിച്ചു പോയിരിക്കുക. അനേകർ പറയാറുണ്ട് എപ്പോഴും ഇത്തരത്തിലുള്ള ചിന്തകളാണ്. ഒരിക്കലും ചെറുപ്പക്കാരൻ വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ ബ്രദറെ പ്രാർത്ഥിക്കണം, എനിക്ക് അൽഫോൺസാമ്മയുടെ നല്ലൊരു ഫോട്ടോ കണ്ടാൽ, പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ഒരു ഫോട്ടോ കണ്ടാൽ എനിക്ക് നേരെ ചൊവ്വേ നോക്കാൻ പറ്റുന്നില്ല. എന്താ അതിന് അർത്ഥം ചിന്തിച്ചു നോക്കി. എത്രമാത്രം അപകടം നിറഞ്ഞ ഒരു അവസ്ഥയത്. പരിശുദ്ധ കന്യകാമാതാവിന് സുന്ദരമായൊരു ഫോട്ടോ കണ്ടാൽ ആ ഫോട്ടോയിലേക്ക് വരെ ഒന്ന് സ്നേഹത്തോടെ നിർമ്മലമായി നോക്കുവാൻ കഴിയാത്ത വിധം മനസ്സ് ദുഷിച്ചുപോയി. കാരണം ഈ അശുദ്ധമായ കാര്യങ്ങൾ കണ്ട് 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 കണ്ട്, നമ്മൾ നാടൻ ഭാഷയിൽ പറയില്ലേ, മഞ്ഞ കണ്ണാട വെച്ചാൽ കാണുന്നത് മുഴുവൻ മഞ്ഞയായിരിക്കും. നമ്മുടെ മനസ്സിൽ അശുദ്ധി കുമിഞ്ഞു കുമിഞ്ഞു കൂടി കിടക്കുമ്പോൾ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ മനോഭാവങ്ങൾ, കാഴ്ചപ്പാടുകളെല്ലാം അത് അശുദ്ധമായിട്ട് മാറും. ചിലരുടെ മനസ്സ് കള്ളിലാണ്, മദ്യത്തിലാണ്. ചിലരുടെ മനസ്സ് കഞ്ചാവിലും മയക്കമരുന്നിലാണ്. ചിലരുടെ മനസ്സ് ലോകമോഹങ്ങളിലാണ്. ചിലരുടെ മനസ്സ് പണത്തിലാണ്, സമ്പത്തിലാണ്. എങ്ങനെ പണമുണ്ടാക്കാം, പണമുണ്ടാക്കാൻ എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരവസ്ഥ. ചിലരുടെ മനസ്സ് അധികാരത്തിലാണ്. ചിലരുടെ മനസ്സ് സുഖഭോഗങ്ങളിലാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മോട് ചോദിക്കുക, നിന്റെ മനസ്സിന് എവിടെയാണ്? വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു, ജഡീക കാര്യങ്ങളിൽ ജീവിക്കുന്നവർ ജഡകാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു.
എന്നാൽ ആത്മീയമായി ജീവിക്കുന്നവർ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സുറപ്പിക്കേണ്ടത് കർത്താവിലാണ്, കർത്താവിൻ്റെ വചനത്തിലാണ്. അപ്രകാരമുള്ളൊരു ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ ആലോചനകൾ കടന്നു വരും. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുവാൻ, കർത്താവിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അവർക്ക് സാധിക്കും. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, കുറച്ച് നാളുകൾക്ക് മുൻപ് ഷെക്കേന മിനിസ്ട്രീസിനോട് സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം കർത്താവിൻ്റെ സന്നിധി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവിൻ്റെ ആലോചനകൾക്ക് വേണ്ടി. കർത്താവെ, എപ്രകാരമാണ് ഡിസിഷൻ എടുക്കേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എന്താണ് ഈ നാളുകളിൽ കൃത്യമായി ചെയ്യേണ്ടത്? ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല, കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. നമ്മൾ ചിന്തിച്ച് നോക്കി, കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം വല്ലാത്ത ഒരു ദുരിതത്തിലാണ്. നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, ഭയങ്കര സഫക്കേഷനാണ്, ശ്വാസം മുട്ടുന്നൊരു അനുഭവമാണ്. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ടും നമ്മളെ വിളിച്ച കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് വല്ലാത്തൊരു ദുഃഖമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ പലതും കടന്നുപോയി, ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല, ദൈവശബ്ദം കൃത്യമായി തിരിച്ചറിയാനും പറ്റുന്നില്ല. പിന്നീട് പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിലേക്ക് വെളിച്ചം വീശി. നോക്കിക്കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയോട്, ആ വ്യക്തിയുടെ ചില ചെയ്തികൾ, ആ വ്യക്തിയുടെ ചില സ്വഭാവങ്ങൾ എനിക്ക് പലപ്പോഴും എന്നെ മാനസികമായി വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യുന്നു. പരസ്യമായിട്ട് ഞാൻ ആ വ്യക്തിയെ ശാസിക്കുന്നില്ലെങ്കിലും അല്ലെങ്കിൽ മോശമായി പറയുന്നില്ലെങ്കിലും എൻ്റെ മനസ്സിലെ, എൻ്റെ ഉള്ളിലെ ആ വ്യക്തിയോട് അസ്വസ്ഥതയുണ്ടായിരുന്നു, ആ വ്യക്തിയോട് എൻ്റെ ഉള്ളിൽ നീരസമുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ആ നീരസം കർത്താവിൻ്റെ ഹിതം തിരിച്ചറിയുന്നതിൽ തടസ്സപ്പെട്ടു പോവുകയാണ്, കർത്താവിൻ്റെ ആലോചന കടന്നു വരുന്നതിൽ തടസ്സപ്പെട്ടു പോവുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, മദ്യവും സെക്സ് മാത്രമല്ല ഈ ജഡമെന്ന് പറയുന്നത്. വെറുപ്പ് അത് ജഡീകമായൊരു കാര്യമാണ്. അനാവശ്യമായ ആകുലത അത് ജഡീകമായൊരു കാര്യമാണ്. മാത്സര്യം, വിഭാഗീയ ചിന്തകൾ, വിദ്വേഷം എന്ന് വേണ്ട ജഡത്തിലെ വ്യാപാരങ്ങളെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെടണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയണോ? കർത്താവിൻ്റെ തിരുഹിതം തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താൻ നമുക്ക് കഴിയണോ? ദൈവം പറയുന്ന വ്യവസ്ഥ എന്താ? നിന്റെ മനസ്സ് നവീകരിക്കപ്പെട്ട മനസ്സാകണം. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ നിന്റെ മനസ്സ് നവീകരിക്കപ്പെടണം, രൂപാന്തരപ്പെടണം. ഇപ്രകാരമുള്ളൊരു മനസ്സിലേക്കാണ് ദൈവശബ്ദം മുഴങ്ങുന്നത്. നമുക്ക് തിരുവചനത്തിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 28-ാം അധ്യായം 4, 5, 6 വചനങ്ങളാണ്. ഫിലിസ്ത്യർ സൈന്യം ഇസ്രായേൽക്കാരെ ആക്രമിക്കാൻ വേണ്ടി ശൂനേമിൽ ഒരുമിച്ച് കൂടി എന്നുള്ള വിവരം സാവൂൾ അറിഞ്ഞു. 5-ാം വചനത്തിൽ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്, ഫിലിസ്ത്യർ സൈന്യത്തെ കണ്ട് സാവൂൾ ഭയചകിതനായി, അവൻ്റെ മനസ്സ് അകമാനം കലകി മറിഞ്ഞു. 6-ാം വചനത്തിൽ വചനം പഠിപ്പിക്കുന്നു, അവൻ കർത്താവിനോട് ആലോചന ചോദിച്ചു, കർത്താവേ, ഞാൻ ഫിലിസ്ത്യരെ ആക്രമിക്കണമോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നാൽ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, സ്വപ്നത്തിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ കർത്താവ് സാവൂളിനോട് സംസാരിച്ചില്ല. ആ വിഷയത്തിൽ തൻ്റെ തിരുഹിതം കർത്താവ് സാവൂളിന് വെളിപ്പെടുത്തിയില്ല. എന്താ കാരണം? സാവൂളിൻ്റെ മനസ്സ് അശുദ്ധമായിരുന്നു. അവൻ ദൈവത്തിൻ്റെ വചനങ്ങളെ നെഗ്ലക്റ്റ് ചെയ്ത് അവഗണിച്ച് കളഞ്ഞു. അവൻ കൂടെ കർത്താവിനെ വേദനിപ്പിച്ച് ജീവിച്ചു. ഈ അനുസരണക്കേട്, ഈ അശുദ്ധമായ ജീവിതം ദൈവശബ്ദം കേൾക്കുന്നത് തടസ്സപ്പെട്ടു പോവാണ്. നമ്മൾ മനസ്സിലാക്കണം, അവൻ്റെ മനസ്സ് ജഡീക കാര്യങ്ങൾ ഉറച്ചു. ദൈവത്തെ പ്രസാദിപ്പിക്കുക, കർത്താവിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ല സാവൂൾ വ്യതിചലിച്ചുകൊണ്ട്
തനിക്ക് കിട്ടേണ്ട കാര്യങ്ങളെക്കുറിച്ച്, തനിക്ക് നേട്ടമുണ്ടാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവൻ്റെ മനസ്സിൽ ഈ വക ചിന്തകൾ ഇങ്ങനെ കയറി കയറി വന്നു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? ദൈവത്തിൻ്റെ ആലോചന കട്ടായിപ്പോയി. ദൈവശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. 28:16 സാമുവേലിലൂടെ ദൈവം സൗലിനോട് പറയാണ്, നിന്റെ കർത്താവ് നിനക്കെതിരായിരിക്കെ നീ എന്തിനാണ് കർത്താവിനോട് ആലോചന ചോദിക്കുന്നത്? അവ ജഡീക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ്, ലോക കാര്യങ്ങളിൽ മുഴുകിയൊരു മനസ്സിനെ, ജീവിത വ്യഗ്രത കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു മനസ്സിനെ കർത്താവിൻ്റെ തിരുഹിതം തിരിച്ചറിയാൻ പറ്റുകയില്ല. വീണ്ടും സാമുവേൽ 2-ാം പുസ്തകത്തിലോട്ട് വരിക, 5-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ. ഇതുപോലെ മറ്റൊരു സംഭവമാണ്. ദാവീദിൻ്റെ ഭരണകാലത്ത് ഇസ്രായേൽ ജനത്തിനെതിരെ ഫിലിസ്തീൻ സൈന്യം താവളമടിച്ചപ്പോൾ രാജാവായ ദാവീദ് കർത്താവിനോട് ആലോചന ചോദിക്കുകയാണ്. കർത്താവേ, ഞാൻ ഫിലിസ്തീർക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടണമോ? ഉടനെ ദൈവം സംസാരിക്കുകയാണ്, ദാവീദേ, നീ പുറപ്പെടുക, ഫിലിസ്തീരെ ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരും. എത്ര കൃത്യമായ ആലോചനയാണ് ദാവീദിന് കിട്ടിയത്. ആ പ്രതിസന്ധിയിൽ ദൈവത്തിൻ്റെ തിരുഹിതം അറിയാൻ ദാവീദിന് കഴിഞ്ഞു. എന്താ കാരണം? ദാവീദിൻ്റെ മനസ്സ് കർത്താവിലായിരുന്നു, കർത്താവിൻ്റെ നിയമത്തിലായിരുന്നു. ആയതിനാൽ ദൈവത്തിൻ്റെ ആലോചന സ്വീകരിക്കാൻ, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാൻ ദാവീദിനെ ദൈവം സഹായിച്ചു. വീണ്ടും 20-ാം വചനത്തിലോട്ട് വരിക. ആ യുദ്ധത്തിൽ ഫിലിസ്തീയർ തോറ്റുപോയി, വലിയ പരാജയം അവർക്കുണ്ടായി. ബാൽ പരാസീം, ചിതറിക്കുന്ന നാഥൻ എന്നാണ് അർത്ഥം. ഫിലിസ്തീയ പട്ടാളക്കാരെ കർത്താവ് ചിതറിച്ച് തകർത്ത് കളഞ്ഞു. ദൈവം പറഞ്ഞത് ദൈവം അങ്ങ് ചെയ്യാണ്. വീണ്ടും 22-ാം വചനത്തിലോട്ട് വരിക. കുറേ നാളുകൾക്ക് ശേഷം ഫിലിസ്തീയർ വീണ്ടും റഫായിമിൽ വന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ്. വീണ്ടും ദാവീദ് ചോദിച്ചു, കർത്താവേ, ഞാൻ ഫിലിസ്തീർക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടണമോ? കർത്താവ് പറഞ്ഞു, നീ പുറപ്പെടുക, പക്ഷേ നീ നേരെ ചെന്ന് ആക്രമിക്കരുത്. ബാൾസ വൃക്ഷങ്ങളുടെ ഇടയിലൂടെ ചെന്ന് പിന്നറിയിൽ നിന്ന് നീ അങ്ങ് ആക്രമിക്കണം. ഓരോ യുദ്ധത്തിനും ഓരോ മെത്തേഡാണ് കർത്താവ് പറഞ്ഞു കൊടുക്കുന്നത്, ഓരോ ടെക്നിക്കുകളാണ്. അപ്പം ഇതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്, കർത്താവിൻ്റെ ജ്ഞാനത്തിൽ ഇതെല്ലാം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ദൈവം പറഞ്ഞതുപോലെ ദാവീദ് അങ്ങ് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അന്നും വലിയ വിജയം കൊടുത്ത് ദാവീദിനെയും ഇസ്രായേൽ ജനത്തെയും കർത്താവ് അനുഗ്രഹിച്ചു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ സംഭവങ്ങളിലൂടെ എന്താണ് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്? ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ മനസ്സ് നവീകരിക്കപ്പെട്ടേ മതിയാകൂ. ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ ഈ ലോകത്തോട് നമ്മുടെ മനസ്സ് അനുരൂപമാകരുത്, ലോകമോഹങ്ങളോട് നമ്മുടെ മനസ്സ് അനുരൂപമാകരുത്. നമ്മുടെ മനസ്സ് കർത്താവിനോട് അനുരൂപമായി കർത്താവിൻ്റെ വചനത്തിൽ നമ്മുടെ മനസ്സുറപ്പിച്ച് നാം ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ട, നമ്മുടെ കുടുംബത്തിന് വേണ്ട, നമ്മുടെ മക്കൾക്ക് വേണ്ട, നമ്മുടെ ബിസിനസ്, നമ്മുടെ ജോലി, നമ്മുടെ ശുശ്രൂഷകൾ, ഭാവിയോടുള്ള കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട ഓരോ 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 കാര്യത്തെക്കുറിച്ച് കർത്താവ് വ്യക്തമായ ആലോചനകൾ തരും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി സമയം കളയരുത്. നീ മുട്ടുകുത്തി കൈവിരിച്ച്, കർത്താവെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നീ ഏൽപ്പിച്ച ബിസിനസ്സിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, നീ എന്നെ വിളിച്ച ശുശ്രൂഷ വിളിയിൽ കർത്താവെ, ഞാൻ എപ്രകാരം മുന്നോട്ട് പോകണം? ഞാൻ എങ്ങനെ തീരുമാനമെടുക്കണം? ഞാൻ എങ്ങനെയാണ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്? നീ ഹൃദയം തുറന്ന് കർത്താവിനോട് ആരാഞ്ഞാൽ നിനക്ക് വേണ്ട കൃത്യമായ ഉത്തരം കർത്താവ് തന്നെ മനസ്സങ്ങ് നമുക്ക് കാണിച്ചു തരും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കുക. ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നതിനേക്കാൾ വലിയൊരു അനുഗ്രഹം, ഒരു നന്മ നമുക്ക് ലഭിക്കാനില്ല. ഈ ജീവിതത്തിൻ്റെ മഹത്വവും ഇതിൻ്റെ സമ്പന്നതയും തിരിച്ചറിഞ്ഞ് പൂർണ്ണമായും ദൈവഹിതത്തിന് കീഴ്പ്പെട്ട് നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെട്ട മനസ്സായി നമ്മുടെ മനസ്സിനെ പുതുക്കപ്പെടുത്തുവാൻ നാം കർത്താവിനെ അനുവദിക്കുക. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുന്നത്
പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ്. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വ